ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വിഷുക്കട്ടയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വിഷുക്കട്ട തയ്യാറാക്കാൻ വേണ്ടി അധികം ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ഇതേപോലുള്ള ഒരു ഗ്ലാസ്സിലെ അളവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വിഷുക്കട്ട കിട്ടുന്നത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ് അതിന് കറക്റ്റ് പാകം. അഥവാ ഇനി കിട്ടാൻ തീരെ ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പച്ചരി ഉപയോഗിക്കാവൂ. കാരണം ഇപ്പോൾ എല്ലാ മാർക്കറ്റുകളിലും നമുക്ക് ഈ ഉണക്കലരി കിട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് വരണമെങ്കിൽ എന്താണ് നല്ലത്, പായസം റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 വലിയ നാളികേരമാണെങ്കിൽ 2 നാളികേരം എടുക്കുക. മീഡിയം നാളികേരമാണെങ്കിൽ ഒരു 2.5 നാളികേരം വരെയൊക്കെ എടുക്കാം. നാളികേരം പാലിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്കിതിൽ കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ നാളികേരം ഞാൻ ഇവിടെ ഒരു വലിയ നാളികേരം 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നല്ല കട്ടിപ്പാല് നമ്മൾ ഒന്നാം പാല് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു ഏകദേശം ഇപ്പോൾ അത് ഒരു 1.5 ഗ്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അത് നല്ല തിക്ക് പാലെടുക്കുക. അതുപോലെ തന്നെ നമ്മളടുത്ത് 2ാം പാല് എടുത്തിട്ടുണ്ട്. 2ാം പാല് ഇതേപോലെയുള്ള ഒരു ഗ്ലാസ്സിൽ തന്നെ നമ്മളൊരു 4-4.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചടിച്ച 2ാം പാലാണത്. ഈ പാലിലാണ് നമ്മൾ ഇനി അരി വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അരി നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ നേരമെങ്കിലും കുതിർക്കാൻ വെക്കുക. കുറച്ച് നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ കുക്കറിലൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാം. പക്ഷേ വിഷുക്കട്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല ഉരുളിയിലൊക്കെ തയ്യാറാക്കുന്നതായിരിക്കും അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് കാരണം തന്നെ നമുക്കൊരു കുറച്ച് നേരം കുതിർത്തിയിട്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം നമ്മളിവിടെ ഒരു 4-4.25 ഗ്ലാസ് 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഈ പാലിൽ നമുക്ക് ഇതിന് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകത്തിൻ്റെ സ്മെല്ല് നല്ലോണം ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചെങ്കിൽ നന്നായി പൊടിച്ച് ചേർക്കാം. ഞാൻ ജസ്റ്റ് ഈ 1ാം പാലിൽ ഇട്ട് വെക്കുന്നേ ഉള്ളൂ. നമുക്കത് ലാസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് അതിനകത്തിട്ട് അങ്ങനെ ചെയ്യാം. അതല്ല കൂടുതൽ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചെങ്കിൽ നല്ല നൈസ് പൊടി ചേർത്താലും മതി. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്താൽ മതി. ചില ഭാഗങ്ങളിൽ ഇത് ശർക്കരയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുക. നമ്മളിപ്പോൾ ശർക്കര ചേർത്ത് തയ്യാറാക്കുന്നില്ല. ഇപ്പോൾ ശർക്കര ചേർത്ത് കഴിക്കാൻ താല്പര്യമുണ്ട് വെച്ചെങ്കിൽ നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര പാനിയിൽ ചുക്കും ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചാൽ മതി. ഇപ്പം നമ്മൾ ശർക്കര ഇല്ലാത്ത വെർഷനാണ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് അരിയും 2ാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തിളയ്ക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ട് പിരിഞ്ഞ് നിൽക്കുന്ന രീതി വരും. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായി കട്ടിയുള്ളപ്പോൾ ഉരുളിക്ക് പോകുമ്പോൾ ഇതിനകത്ത് അടി പിടിക്കില്ല. എന്നാലും നമ്മൾ അടിക്കൊക്കെ ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊരു ഇല വെച്ചിട്ട് അടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉലുവലേക്കും തയ്യാറാക്കിയപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് ഇല വെച്ചാലുള്ള ഗുണം എന്താണ്. നമുക്ക് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ മാത്രമല്ല ഈ ഇലയിലെ ക്ലോറോഫിലൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്കൊരു ഇല വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ശ്രദ്ധിക്കുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അങ്ങനെ ആകുമ്പോൾ അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ടേസ്റ്റ് ഉള്ളിലായിരിക്കും. അത് മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. നമ്മളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 വേവ്, അത്യാവശ്യം വേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്ന് നമുക്ക് ഉരുളിയായ കാരണം തന്നെ ഒട്ടും അടി പിടിച്ചിട്ടില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഇടയിൽ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാൽ ഉണ്ടല്ലോ, അതിന് മുകളിലേക്ക് ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ജീരകം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള വേവ് നമ്മുടെ ഈ 1ാം പാലിൽ കിടന്ന് വെന്തോളും. ഇനി നമ്മൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് നന്നായി എണ്ണയൊക്കെ തെളിയുന്ന ആ ഒരു പാകമാവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം മീഡിയം ഫ്ലെയിമിൽ തീയിടണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കി കൊടുക്കുക.
പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ അത് വിഷുക്കഞ്ഞിയായിട്ടാണ് കഴിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഉണ്ടല്ലോ അത്ര പോരാ. വിഷുക്കഞ്ഞി ആകുമ്പോൾ ഇതിൻ്റെ ലൂസ് കൺസിസ്റ്റൻസി അതാണല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ എടുത്തിട്ട് ബാക്കി വരുന്ന നാളികേരം ഉണ്ടാവുമല്ലോ, വെറുതെ വെള്ളം ചേർക്കുന്നതിനെക്കാട്ടും നല്ലതായിരിക്കും അതിലൊന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 4 ഗ്ലാസ് വെള്ളം കൂടി പിന്നീട് ഒഴിക്കുക. 4 മതിയാവില്ല, കഞ്ഞിയായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അത് കുറുകി വരും. അപ്പോൾ അത് കാരണം തന്നെ ഒരു 4-5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള നാളികേരത്തിൽ നമ്മൾ ഒന്നും കൂടി അരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ആ നാളികേരം പാലിൽ വേണം ആദ്യം നമ്മൾ അരി വേവിക്കുക. അതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കുക, അതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കുക. അങ്ങനെ ആ സ്റ്റെപ്പ് എടുത്തിട്ട് അപ്പോൾ നമ്മൾ അധികം വറ്റിക്കാൻ നിൽക്കണ്ട. നമ്മൾ ചോറ് വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കഞ്ഞിയുടെ ഒരു പരുവത്തിൽ മാറ്റിയെടുക്കുക. അങ്ങനെയും കഴിക്കും. കഞ്ഞി തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ശർക്കരയൊക്കെ ചേർക്കും. പല മെത്തേഡിലാണ് നമ്മൾ ഈ വിഷുക്കട്ടയിലും അത് ഓരോ ഭാഗങ്ങളിൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മധുരമൊന്നും ഇല്ലാത്തൊരു ഇതാണ് ചെയ്യുന്നത്. താല്പര്യമെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി നന്നായിട്ട് തയ്യാറാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് ചുക്കും ജീരകപ്പൊടിയും ചേർക്കും. എന്നിട്ട് അത് ഇതിനകത്ത് ചേർത്ത് കഴിക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്ന, കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാവും. ഒന്നും കൂടി ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയായാൽ മാത്രമേ നമുക്ക് ശരിക്കും കട്ടയിട്ട് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടയിൽ വന്നിട്ട് ചൂടാറുമ്പോൾ അത് ഒന്നും കൂടി കട്ടയും. ഇപ്പോൾ നമ്മൾ പായസത്തിന് തന്നെ നമ്മൾ ഈ അരി ഉപയോഗിച്ചിട്ട് അരി പായസം അങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒന്ന് തണുത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് കട്ടയാവും. അതേപോലെ തന്നെയാണ് ഇത്. അപ്പോൾ ഒന്ന് തണുത്ത് വരുമ്പോൾ അത് കട്ടയാവും. ഇപ്പോഴത്തെ ഈ ഒരു കൺസിസ്റ്റൻസി നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്നും കൂടി വറ്റി ഇതിൽ ആ എണ്ണ നമ്മൾ ചേർത്ത നാളികേരം പാലിൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക. അതിന് ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മളിതിൽ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചൂടിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് കമത്തി വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ചൂടൊന്ന് ആറട്ടെ. അതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്ലേറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണയൊന്നും പറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഇതിൽ തന്നെ എണ്ണ നന്നായി തെളിഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇല കൊണ്ടോ അമർത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ആവട്ടെ. കണ്ടില്ലേ, നല്ലവണ്ണം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാവണം. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു പാകമായി വരിക. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട ചൂടാറി. ഇപ്പം ഞാൻ അതിനകത്ത് കമത്തി മുറിച്ചെടുത്തതാണ്. കണ്ടില്ലേ, കറക്റ്റ് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കറക്റ്റ് ആ വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ശരിയായാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് എല്ലാവരും വിഷുക്കട്ട തയ്യാറാക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.